എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെയർ ടൈറ്റൻ ചെയ്യാനും ഫേസ് ടൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് മുൾട്ടാണി മിട്ടി. അപ്പോൾ ആ മുൾട്ടാണി മിട്ടിയുടെ കൂടെ ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത്, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആ ആളാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ആള്. ഹായ് പറഞ്ഞേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടി 1/2 സ്പൂണാണ് മുൾട്ടാണി മിട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഹണി നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫേസിനും നെക്കിനും ആവശ്യമായിട്ടുള്ള ഹണി എടുക്കുക. ഞാനിവിടെ 1 സ്പൂണ് ഹണിയും എടുക്കുന്നുണ്ട്. 1 സ്പൂണ് നിറച്ചെടുക്കുന്നില്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള ഹണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലും കൂടെ ഞാൻ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. കാരണം നല്ല മോയ്സ്ചറൈസിങ് ആവാൻ വേണ്ടിയിട്ടാണ് അലോവേറ ജെൽ എടുക്കുന്നത്. ഈ മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ഡ്രൈ ആക്കും. ഓയിലി സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മുടെ ആ ഒരു സെൻസേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ടൊമാറ്റോ ജ്യൂസാണ്, അതായത് തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഞാനത് ജ്യൂസ് എടുത്ത സമയത്ത് അതിൻ്റെ ആ സീഡൊന്നും കളഞ്ഞില്ല, അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ആക്കണ്ടെന്നാണെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫേസും അതുപോലെ നെക്കും ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത പാക്ക് ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. കഴുത്തിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം ഒന്ന് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് വെള്ളം ഡാബ് ചെയ്യണമെന്നില്ല. ഒരു ചെറിയ സ്പ്രേ ബോട്ടിലിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള ജ്യൂസ് എടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന ഈ തക്കാളി വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. കൈ കൊണ്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യൂസിനകത്തുണ്ടായിരുന്ന ബെനിഫിറ്റും കൂടി നമ്മുടെ ഫേസിലോട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.